ബിഗ് ബോസ് മലയാളം സീസൺ 7 അതിരൂക്ഷമായ പ്രശ്നങ്ങളാണ് ബിഗ് ബോസ് ഹൗസിനകത്ത് നടന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ആ ഒരു രൂക്ഷമായ പ്രശ്നത്തിന്റെ മേളിൽ നമ്മളുടെ നവീൻ ക്വിറ്റ് ചെയ്തു പോയി എന്നും പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അത് ഏകദേശം കൺഫേം ആയതുപോലെയാണ്. മിക്ക ഇടങ്ങളിൽ നിന്നും ആ ന്യൂസ് ഏകദേശം കൺഫേം ആയ ന്യൂസ് തന്നെയാണ്. ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കഴിഞ്ഞ ഒരു വീഡിയോയില് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കണ്ടവർക്കറിയാം ഇത് ഭയങ്കര ഒരു അടിയിലെ തീരത്തുള്ളൂ എന്നുള്ളത്. എന്താന്ന് വെച്ചാൽ അവിടെ ഗെയിം കളിക്കുന്ന എല്ലാവരും A to Z ആൾക്കാര് അവിടെ രേണുസുതി ഒഴിച്ച്, രേണുസുതിക്ക് പിന്നെ അവിടെ ഇപ്പം ഗെയിം ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല. രേണുസുതി ഒഴിച്ച് ബാക്കി എല്ലാവരും പേഴ്സണൽ ഗ്രിഡ്ജ് വെച്ചാണ് അവിടെ ഗെയിം കളിക്കുന്നത്. എല്ലാം പേഴ്സണലായിട്ട് എടുത്തുകൊണ്ട് മാത്രമാണ് അവിടെ ഗെയിം ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സ് മുഴുവൻ വൈരാഗ്യ ബുദ്ധി, അല്ലെങ്കിൽ വൈരാഗ്യം. നമ്മൾ പറയുമല്ലോ, വൈരാഗ്യമാണ് അനുമോളോട് വീട്ടിലുള്ളവർക്കെല്ലാം വൈരാഗ്യം, വീട്ടിലുള്ളവരെല്ലാം വിഷയം. ഇപ്പം അതിനകത്ത് വലിയ ഒരു പ്രശ്നത്തിലേക്ക് പോവാത്തത് ഷാനവാസും അതുപോലെ ഒനീല്, അവരുടെ ഒരു ടീമുണ്ട്. ഷാനവാസ്, ഒനീല്, അബി, ഇവരാരും അങ്ങനെ അനുമോളോട് അധികം പേഴ്സണലായിട്ട് എടുത്ത് ഗഡ്ജി വെച്ച് കാണിക്കുന്നില്ല. പക്ഷെ ബാക്കിയുള്ളവരെല്ലാം എന്ന് വെച്ചാൽ ഈ ജിസേലിന്റെ പാവാടയിൽ തൂങ്ങി നടക്കുന്ന, ജിസേലിന്റെ പാവാട താങ്ങികളായ ആൺ പെൺ വ്യത്യാസമില്ലാത്തവരെല്ലാം അനുമോളുമായിട്ടാണ് വിഷയം ഉണ്ടാക്കുന്നത്. അവരുടെ എല്ലാം വിചാരം മനസ്സിൽ അനുമോൾക്ക് വെളിയിൽ ഭയങ്കര നെഗറ്റീവാണ്. ആ നെഗറ്റീവിനെ നമുക്ക് യൂസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ അനുമോളിലൂടെ തർക്കിച്ച് നിൽക്കുമ്പോൾ അപ്പോൾ നമുക്ക് വെളിയിൽ പോസിറ്റീവ് ആകും എന്നൊരു ചിന്ത. എന്താ വെച്ചാൽ അവരുടെ മനസ്സിൽ അങ്ങനെയാണ് ആ ചിന്ത വരുന്നത്. വെച്ചാൽ അവിടെ ഉള്ള ഒന്നിനും, ഞാൻ തുറന്നു പറയാമല്ലോ, അവിടെ ഈ പറയുന്ന 3-4 പേർക്കല്ലാതെ വേറെ ഒന്നിനും വിവരവും ഒന്നുമില്ല. ചുമ്മാ എവിടുന്നോ കയറ്റിക്കൊണ്ട് വന്ന് ബിഗ് ബോസിനകത്ത് ഇട്ടോ എന്നുള്ള രീതിയിലൊക്കെയാണ്. ഒന്നിനും ചിന്തിക്കാനുള്ള കഴിവില്ല. ആ രണ ഫാത്തിമ എന്ന് പറയുന്ന ഒരു കുട്ടി അത് എന്തുവാ പറയുന്നത്, അത് എന്താ ചെയ്യുന്നതെന്ന് അതിന് തന്നെ അറിയത്തില്ല. ചീവീട് പോലെ കിടന്ന് കിയോ 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 എന്ന് ചലയ്ക്കാനല്ലാതെ വേറെ ഒന്നും അറിയത്തില്ല. അത് തന്നെ അവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അത് അനുമോളുമായിട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ അനുമോളുമായിട്ടാണ് ഏറ്റവും കൂടുതൽ വിഷയം ഉണ്ടാക്കുന്നത്. കണ്ടന്റ് പിടിക്കാൻ അനുമോളോടാണ് പോയി നിൽക്കുന്നത്. അപ്പൊ അനുമോളുമായിട്ടാണ് വിഷയം ഉണ്ടാക്കുന്നതെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം ചീവീട് പോലെ വന്ന് എല്ലാം കൂടെ ചേർന്ന് നിന്ന് രനയെ ബൂസ്റ്റ് ചെയ്യും. അപ്പൊ ഈ രന കിടന്നവർ പറയുന്ന പോലെ ചീവീട് പോലെ കിടന്ന് ചിലയ്ക്കും. അതുപോലെയാണ് അപ്പാനി ശരത്ത് ഇപ്പോഴും ഈ പഴയ ഒരു ലെവലിൽ നിന്ന് താഴോട്ട് വന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്. ഗെയിം ഒക്കെ കളിച്ച് തുടങ്ങുന്നുണ്ടെന്നാണ്. പക്ഷെ അങ്ങനൊന്നുമല്ല, അപ്പാനിയും ഇതുപോലൊക്കെ തന്നെ. വേറൊന്നും കൊണ്ടല്ല, അവിടെ ഇപ്പോൾ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ജിസേലും നവീനുമാണ്. ഈ ജിസേലിന്റെയും നവീന്റെയും അടിമകളാണ് ഇവരെല്ലാം. ഇത് ഞാൻ പറയുന്നത് ടാസ്കിന്റെ അടിമകളല്ല, യഥാർത്ഥത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നവീൻ അവിടെ എന്തൊക്കെ കാണിച്ചാലും ഇതൊക്കെ ഞാൻ എന്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, കണ്ടവർക്കറിയാം. എന്നുവെച്ചാൽ നവീൻ അവിടെ കാണിക്കുന്ന പെണ്ണുങ്ങളോട് കാണിക്കുന്നതാണെങ്കിലും പുള്ളി ഓവറായിട്ട് ഒരു എന്റർടൈനർ ആണ് എന്ന് പറഞ്ഞാലും എല്ലാം ഫുൾ ഓവറാണ്. പുള്ളി നേരത്തെ ഒരു ദിവസം പറയുന്ന കേട്ടു, എനിക്ക് ഇവിടെ വന്നതിന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, എനിക്കിപ്പോ പുറത്തു പോയാലും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ജിസേൽ എവിടെയെങ്കിലും പൊക്കെ ഞാൻ ജിസേലിന്റെ കൈ പിടിച്ചു നടക്കുക, കാലി പിടിച്ചു നടക്കുക, ഇതൊക്കെയാണ് മെയിൻ പരിപാടി. എന്തായാലും അവിടെ അടി നല്ല ശരിക്ക് പൊട്ടിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. എന്തോ പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ആദില നൂറയുമായിട്ടാണ് വിഷയം ഉണ്ടായതെന്നാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ കഴിയുന്നത്. നവീൻ എന്തായാലും പുറത്തായിട്ടുണ്ട്. അതുപോലെ തന്നെ ജിസേലും അനുമോളും തമ്മിൽ എന്തോ വിഷയം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. ജിസേൽ അനുമോളിനെ പിടിച്ച് തള്ളുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. ജിസേലിന് അനുമോളോട് ഭയങ്കര ദേഷ്യമാണ്. കാരണം എന്താണ്? ആ ദേഷ്യത്തിന്റെ കാരണം എന്താണ്? നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. അനുമോള് ചെയ്ത തെറ്റെന്താണ്? അവിടെ ബാക്കിയുള്ളവരെല്ലാം ഈ ജിസേലിന്റെ പാവാട താങ്ങികളായിട്ട് പോയപ്പോൾ ബാക്കിയുള്ളവർക്കെല്ലാം നിഷേധിച്ച കാര്യങ്ങൾ അവിടെ ജിസേൽ ഉപയോഗിക്കുന്നു. ജിസേൽ ബിഗ് ബോസിനെ അനുസരിക്കുന്നില്ല. അപ്പോൾ ഒരു CID പണിയുടെ മേളിൽ ജിസേലിന്റെ കള്ളത്തരങ്ങൾ കണ്ടുപിടിച്ചത് ഈ പറയുന്ന അനുമോളാണ്. അതിന്റെ വൈരാഗ്യമാണ് ഏറ്റവും കൂടുതൽ ഈ ജിസേൽ തീർത്തോണ്ടിരിക്കുന്നത്. മറ്റുള്ളവർ അതിന് കൂട്ടുനിൽക്കുന്നു. എന്തുവാണെന്ന് അറിയത്തില്ല, ഈ ജിസേൽ എന്തെങ്കിലും ചെയ്താൽ തന്നെ ഇവരാരും പ്രതികരിക്കുന്നില്ല. ജിസേൽ ഇനി ഈ അപ്പാനി ശരത്ത് പറഞ്ഞതുപോലെ അവിടെ കൂടോത്രം ചെയ്ത് അനുമോളാണ് കൂടോത്രം ചെയ്തതെന്ന് കഴിഞ്ഞ ദിവസം അപ്പാനി പറയുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കൂടോത്രം ചെയ്തത് അപ്പാനി അല്ല, ജിസേലാന്ന് തോന്നുന്നു ഇവർക്കെല്ലാം. എന്നുവെച്ചാൽ ജിസേലിനോ ഇതുപോലെ അടിമകളാവുമോ മനുഷ്യന്മാര്? ഇത്രയും ആൾക്കാർ അവിടെ ഉണ്ട്, അവിടെ എല്ലാം അടിമകള്, ഈ ജിസേലിന്റെ അടിമകള്. ജിസേല് പറഞ്ഞാൽ തുമ്മും, ജിസേല് പറഞ്ഞാൽ അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോവും. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കിലും വ്യക്തിപരമായിട്ട് ഇപ്പൊ ഇവരെല്ലാം ഒരുമിച്ച് അനുവിന് നേരെയാണ്. നേരത്തെ അനീഷിന് നേരെയായിരുന്നു ഇവരെല്ലാരും കൂടെ പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പൊ അനുവിന് നേരെയാണ്. ഒരാള് എന്തെങ്കിലും വിഷയം ഉണ്ടാക്കുമ്പോൾ ഇവരെല്ലാരും കൂടെ പോയി ആ കണ്ടന്റ് പിടിക്കുക. അതും ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊരു അടിയിൽ തീരും എന്നുള്ളത്. അത് കറക്റ്റ് ആയിട്ട് ഒരു വഴക്കിൽ തന്നെ ഇത് തീർന്നിട്ടുണ്ട്.
അങ്ങനെ ആ ഒരു വഴക്കിന്റെ മേളിലാണ് നമ്മുടെ നവീൻ പുറത്തായി എന്നാണ് പറയാൻ കഴിയുന്നത്. കൺസെഷൻ റൂമിൽ വിളിച്ചിട്ട് ബിഗ് ബോസ് പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞു. നിൽക്കുന്നേ നിൽക്കാം, ഇല്ലെങ്കിൽ പോവാം, ഈ നിന്റെ കളിയൊന്നും ഇവിടെ നടക്കത്തില്ല എന്ന് പറഞ്ഞ് ബിഗ് ബോസ് നല്ല രീതിയിൽ ഷൗട്ട് ചെയ്തിട്ടുണ്ട്. ആ ഷൗട്ടിങ്ങിന്റെ മേളിലാണ് നവീൻ, ആ ഒരു ദേഷ്യത്തിന്റെ മേളിലായിരിക്കാം നവീൻ എന്തായാലും ഔട്ട് ആയിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ കളിക്കാൻ വന്നിരിക്കുന്ന എല്ലാവരെയും നിങ്ങളൊന്ന് വിലയിരുത്തുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അവിടെ ഗെയിം കളിക്കാൻ വന്നതുപോലെ അല്ല തോന്നുന്നത്. അവര് ഗെയിമേഴ്സ് ആയിട്ടല്ല, അവർക്ക് വ്യക്തിവിരോധം തീർക്കാനുള്ള ഒരു സ്ഥലമായിട്ടാണ് ബിഗ് ബോസിനെ ഇപ്പം ഇവരെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞിട്ട് ഇവിടെ കളിക്കുന്നവരല്ല, ഇവരുടെ എല്ലാം വിചാരം ഇവരെല്ലാം വെളിയിൽ സ്റ്റാറുകളാണ്, വെളിയിൽ ഇവർക്കെല്ലാം ആരാധകരുണ്ട്, ഭയങ്കര ആരാധന മൂത്ത്. ഇവർ ഈ വഴക്കെല്ലാം ഉണ്ടായി കഴിയുമ്പോഴേ ചുമ്മാ ഇങ്ങനെ വഴക്ക് ഉണ്ടാക്കുക, ബഹളം വെക്കുക എന്നൊക്കെ ഇത് കേട്ട് കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാല് വെളിയിൽ ആരാധകർ ഇങ്ങനെ കൂടും 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 എന്നുള്ള ഒരു വിചാരമാണ് ഇവർക്ക്. മറ്റുള്ള സീസണുകളാണ് ഇവരെല്ലാം ഇവർ കണ്ടിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ മറ്റുള്ള സീസണുകൾ നോക്കിയാലും ഇതുപോലെ ആരും പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ആരും ഉണ്ടാക്കിയിട്ടില്ല. പേഴ്സണലായിട്ട് എടുത്തൊരു വിഷയം ഉണ്ടാക്കുക, അത് ഒന്നോ രണ്ടോ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയങ്ങൾ ഉണ്ടാകും, അത് അവർ തന്നെ വഴക്കുണ്ടാക്കുന്നു, അവർ തന്നെ തീർക്കുന്നു എന്നുള്ളതേ ഉള്ളായിരുന്നു. ഇതിപ്പോ എല്ലാരും കൂടെ ഇപ്പൊ അനുമോൾക്കെതിരെ പോകുന്നു. ഞാൻ പറഞ്ഞിട്ട് അനുമോളെ അതുപോലെ ഉപദ്രവിക്കുന്നുണ്ട്. ഞാൻ ഇന്നത്തെ ആ ലൈവ് കണ്ടതുകൊണ്ട് ഞാൻ പറയുകയാണ്, അനുമോളെ ശരിക്കും ഇവര് നല്ലതുപോലെ തന്നെ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അനുമോള് സഹിക്കാവുന്നതിന് പരമാവധി സഹിച്ചാണ് അവിടെ നിൽക്കുന്നത്. അനുമോൾ അബദ്ധത്തിലൊക്കെ വല്ലതും പറഞ്ഞു പോയെന്ന് പറഞ്ഞാലും ആരായാലും പറഞ്ഞു പോകും. നമ്മളൊക്കെ ആണെങ്കിൽ ഇവരെയൊക്കെ എടുത്തിട്ട് ചവിട്ടിയിട്ട് ചിലപ്പോൾ വെളിയിൽ വരും. അനുമോൾ അപ്പോഴും പറയുന്നുണ്ട്, എന്നെ കൊണ്ട് ഫിസിക്കൽ അസാൾട്ട് ചെയ്യിക്കാൻ വേണ്ടിയാണ് ഇവരെല്ലാരും കൂടെ എൻ്റെ അടുത്ത് ഇങ്ങനെ കൂടി വരുന്നത്, എടുത്ത് വഴക്കുണ്ടാക്കാൻ വരുന്നത്. പക്ഷെ ഞാൻ അത് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. വ്യക്തിപരമായിട്ട് ഞാൻ പറയുവാണെങ്കിൽ അതൊരു പെൺകുട്ടിയല്ലേ, ഒരു ലേഡി അല്ലേ, അതിനോട് പറയേണ്ട രീതിയിലാണ് ഇവർ പറയുന്നത്. അത്രമാത്രം ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ വേറെ ആരെങ്കിലും ആണെങ്കിൽ ചെറുക്കന്നെ പിടിച്ച് അടിച്ച് മോത തിരിച്ചിട്ടെങ്കിൽ പോരും, ഭിത്തിയിലെടുത്ത് ഉറച്ചിട്ടെങ്കിൽ വന്നേക്കും. നമുക്ക് തോന്നിപ്പോവും അങ്ങനെ ചെയ്യാൻ. എനിക്കിന്ന് സത്യം പറഞ്ഞാൽ ആ ലൈവ് കണ്ടപ്പോ ഈ അനുമോളോട് കാണിക്കുന്ന ഓരോ പ്രവൃത്തിയും കണ്ടപ്പോഴും എനിക്ക് ഇതിങ്ങനെയാണ് ഫീൽ ചെയ്തത്. എന്ന് വെച്ചാൽ അനുമോളെ അതുപോലെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ജിസയിൽ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അനുമോളുടെ ഡ്രസ്സോ എന്തോ കാര്യങ്ങളോ അവരാണെങ്കിൽ പണിപ്പുരയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പം വെളിയിൽ അനുമോളുടെ എന്തോ സാധനം എടുത്തുകൊണ്ട് വെളിയിൽ വന്നായിരുന്നു. അതെടുത്ത് നൈസായിട്ട് ആരും അറിയാതെ ജിസയിൽ എടുത്തിട്ട് അകത്തോട്ട് ഇടുന്നുണ്ടായിരുന്നു, ആ പണിപ്പുരയുടെ അകത്തോട്ട് തന്നെ. അപ്പം ഈ നവീൻ വന്ന് ചോദിക്കുന്നുണ്ട്, ഇത് ആരുടെ എടുത്തിട്ടെന്ന്. അപ്പം ജിസയിൽ പറയുന്നത് നിന്റെ അല്ലല്ലോ, നീ അനങ്ങണ്ടാന്ന്. അപ്പം നവീൻ ചോദിക്കുന്നുണ്ട്, ആ അനുമോളുടെ ആണെന്ന്. അപ്പൊ ആണെന്ന് പറയുന്നുണ്ട്. അത് അനുമോളോട് പോയി നവീൻ പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. അപ്പൊ ഇവരെ ഞാൻ കണ്ടതില് ഇപ്പം നിലവിൽ ഷാനവാസും ഒനീലും ഒക്കെ കൂടെ നിൽക്കുന്നുണ്ട്. അനുമോളോട് പറയുന്നുണ്ട്, നീ പ്രതികരിക്കേണ്ട രീതിയിൽ നീ പ്രതികരിക്കുക, അതുപോലെ നീ ഡൗൺ ആവരുത്, നീ ആണെങ്കിൽ ഇവർക്കെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക, നീ ഡൗൺ ആയാൽ നിന്നെ ഇവരെല്ലാം കൂടെ എടുത്ത് വീട്ടിലോട്ട് പറഞ്ഞു വിടും, നിനക്ക് അല്ലെങ്കിൽ നീ ഇറങ്ങി തന്നെ വയ്ക്കണം, നിൽക്കുന്നിടത്തോളം നല്ല രീതിയിൽ നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതുപോലെ തന്നെയാണ് അനുമോൾ നിൽക്കുന്നത്. പിന്നെ അനുമോളുടെ കയ്യിൽ നിന്ന് തെറ്റുകുറ്റങ്ങളൊന്നും ഇല്ലെന്ന് ആരും പറയുന്നില്ല. ഇത്രയും പേരോട് പിടിച്ചു നിൽക്കുന്ന അനുമോളെ സമ്മതിച്ചു കൊടുക്കണം. ഞാൻ ഇന്ന് ആ ലൈവ് കണ്ടിട്ട് എനിക്ക് സങ്കടം തോന്നി, സത്യം പറയാമല്ലോ. ഞാനിപ്പോ അനുമോളുടെയോ മറ്റാരുടെയോ ഫാനൊന്നുമല്ല. ഞാൻ ആർക്കും ഇതുവരെ വോട്ട് പോലും ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ എനിക്ക് വോട്ട് ചെയ്യാൻ തോന്നുന്നില്ല. അവിടെ ഗെയിമായിട്ടൊന്നും നടക്കുന്നില്ല. എല്ലാരും കൂടെ ചേർന്ന് ഒരാളെ ആക്രമിക്കുന്നു, അല്ലെങ്കിൽ അനീഷ പ്രശ്നം ഉണ്ടാക്കുന്നെങ്കിൽ അനീഷോട് കുറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ അനുമോളാണ് ടാർഗറ്റ്. അപ്പം എല്ലാരും കൂടെ ചേർന്ന് അങ്ങ് ആക്രമിച്ചിട്ട് അവിടെ കിടന്ന് ചലവില നലച്ച് അനുമോളെ അത്രമാത്രം ഇറിറ്റേറ്റ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തന്നെ ചെയ്യുന്നത്. എന്തായാലും നവീൻ ഔട്ട് ആയിട്ടുണ്ടെന്ന് കേൾക്കുന്നുണ്ട്, നന്നായി പോയി. എല്ലാരും പറയുന്നുണ്ട്, ഓ നവീൻ ഭയങ്കര എന്റർടൈനർ ആയിരുന്നു, അതായിരുന്നു ഇതായിരുന്നു. നവീൻ എന്റർടൈനർ ആയിരുന്നു, എല്ലായിരുന്നു. പക്ഷെ ആ ലേഡീസിനോടുള്ള പെരുമാറ്റമൊക്കെ വളരെ വളരെ മോശമായിരുന്നു. നവീൻ അവിടെ എന്തോ അഴിച്ചു വിട്ടേക്കുന്നത് പോലെയായിരുന്നു. നവീന് തോന്നുന്ന പോലെ ചെയ്യുക. നവീൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ബിഗ് ബോസ് തന്നെ 1000 വട്ടം പറഞ്ഞു മൈക്കിടാന്, അല്ലെങ്കിൽ നവീൻ ഒരു റൂൾസ് ഉണ്ടാക്കിയത് പോലെയാണ് അവിടെ നടക്കുന്നത്. നവീനെ ആരും ചോദിക്കാനും പറയാനൊന്നുമില്ല. അതുപോലെയാണ് ജിസേലിന്റെയും അവസ്ഥ. പേഴ്സണൽ ഗ്രിഡ്ജ് വെച്ചിട്ട് നല്ലതുപോലെ അനുമോൾക്കെതിരെ കളിക്കുന്നുണ്ട്. അനുമോളെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, പലരെയും വെച്ച് ഇറിറ്റേറ്റ് ചെയ്യിക്കുന്നുണ്ട്. ഗെയിം ഇതായിരിക്കാം, നമ്മൾ പറയുമ്പോഴത്തെ ഗെയിമാണ്. ശരിയാണ്, നീ ഒറ്റയ്ക്ക് കളി, അതല്ലേ ഗെയിം. ഇത് ഒരാളെ ബാക്കി 17 പേര് ആക്രമിക്കാൻ വരുവാന്ന് പറഞ്ഞാൽ 17 പേര് വന്നിട്ട് ഒരാൾക്കെതിരെ തന്നെ തിരിയുവാണെന്ന് പറഞ്ഞാൽ ആ ആള് ഏത് സമയത്ത് എന്ത് ചെയ്യുമെന്ന് പോലും അറിയത്തില്ല. ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇതെല്ലാം പേഴ്സണലായിട്ട് ഇവരെല്ലാം എടുക്കുന്നത്. എനിക്ക് ആദ്യമേ മനസ്സിലായതാണ്, ഇവരെല്ലാം പേഴ്സണലുമായിട്ട് മനസ്സിൽ എടുത്തു വെച്ച് കളിക്കുന്ന ഗെയിമുകളാണ് എല്ലാവരും. ഞാൻ പറഞ്ഞ രേണുസൂതി ഒഴിച്ച് ബാക്കി എല്ലാവരും പേഴ്സണൽ എന്ത് വിഷയം ഉണ്ടെങ്കിലും പേഴ്സണലായിട്ട് എടുത്തിട്ട് അറ്റാക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ എൻ്റെ വീഡിയോയിൽ നിങ്ങളെ പുറകോട്ട് പോയാൽ നിങ്ങൾക്ക് ഞാൻ ഏതൊരു വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്, ഉറപ്പായിട്ടും ഒരു ഫിസിക്കൽ അസാൾട്ട് ഉണ്ടാകും, ഇവിടെ അടിയിൽ തീരും എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരു വഴക്കുണ്ടായി ആണ് നവീൻ വെളിയിലോട്ട് പോകുന്നത്. അതിന്റെ ശരിയായ
എന്തായാലും വെളിയിലായിട്ടുണ്ട്. എന്തായാലും നമുക്ക് അതിന്റെ കാര്യങ്ങൾ നാളെ എന്തായാലും ലൈവിൽ ഉണ്ടാവും. ലൈവിൽ നാളെ ചറവറ അടിയാന്നാ പറയുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നാളെ മുതൽ പ്രശ്നങ്ങളാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.